എടാ അപ്പൊ നമ്മൾ ഈ കുറെ കാലമായിട്ട് നമ്മൾ ഈ ഫാലസീസിനെ പറ്റി ഒരു ചർച്ച ചെയ്യാൻ ആ ടോപ്പിക്കിനെ പറ്റി നമുക്കൊരു സംഭവം ചെയ്യാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു പക്കറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക, ഒരു വീഡിയോ വീഡിയോ അല്ലെങ്കിൽ ഒരു സംഭവം ഇല്ല ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നൊരു ദിവസം ഒരു വീഡിയോ കിട്ടി, ഇന്നാണ് കിട്ടിയത് ആ സംഭവം. അപ്പോ മെയിൻ ആയിട്ടൊരു സംഭവം പറയാ, നമുക്ക് ഈ വീഡിയോ വെച്ചിട്ട് എന്ത് ചെയ്യാം, കുറെ ഫാലസീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരുപാട് ഫാലസീസ് ആ വീഡിയോ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈമിന്റെ ഒരു ലിമിറ്റ് ആണ്. നമുക്ക് എല്ലാ ഫാലസീസിലും എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷെ നമ്മൾ കുറച്ച് ഫാലസീസ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊരു 10ന്റെ മുകളിൽ വാലസീസ് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഒരു 6 നമുക്കിപ്പോൾ തൽക്കാലം എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഫാലസി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. അതാണ് നല്ലത്. ഫാലസി എന്ന് പറഞ്ഞാൽ ന്യായ വൈകല്യം അല്ലെങ്കിൽ ലോജിക്കൽ, എന്താ പറയുക, ലോജിക്കൽ പ്രശ്നങ്ങൾ. അതായത് ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു ആർഗ്യുമെൻറ്റ് പറയുകയാണ്, എക്സാമ്പിൾ ഏതൊരു ആർഗ്യുമെൻറ്റ് പറയുകയാണ്. അപ്പോൾ ഞാൻ ആ ആർഗ്യുമെൻറ്റ് പറയുമ്പോൾ അതിന് കൗണ്ടർ ആർഗ്യുമെൻ്റ് ആയിട്ട് ശരിക്കും എന്താ ചെയ്യേണ്ടത്, ആ ആർഗ്യുമെൻറ്റിനെ അഡ്രസ്സ് ചെയ്ത് അതിന് കൗണ്ടർ ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് നീ കൊണ്ടുവരേണ്ടത്. പക്ഷേ ചില ആൾക്കാർ ചെയ്യാൻ പറഞ്ഞല്ലോ, ഈ ആർഗ്യുമെൻറ്റ് പറഞ്ഞ ആളെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ആർഗ്യുമെൻ്റ് ഒക്കെ ഒരു പൊട്ട ആർഗ്യുമെൻ്റ് ആണെന്നുണ്ട് ആർഗ്യുമെൻറ്റിനെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, കളിയാക്കുക, ആർഗ്യുമെൻറ്റിനെ കളിയാക്കുക, ഇത് പൊട്ട ആർഗ്യുമെൻ്റ് ആണല്ലോ. അതായത് അവർക്ക് ഇതിന് പറയാൻ പക്ക വാലിഡ് പോയിന്റ്സ് ഉണ്ടാവില്ല, പക്ഷെ അവരിങ്ങനെ പിടിച്ചു വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണേനാണ്. അതായത് ലോജിക്കലി നമുക്കൊന്നും ഒരു സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ എന്നാൽ നൈസായിട്ട് കുറച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാകില്ല. റെഡ് ഹെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയമായിട്ട് ഒരു ബന്ധമില്ല, അത് വേറെ സംഭവത്ത് പറയാം. അങ്ങനെ പല പല രീതിയിലുള്ള ഫാലസികളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറേ ആലോചിക്കണേ, ഇപ്പോൾ എല്ലാ ഫാലസിയും കൂടെ ഒത്തുചേർന്ന ഒരു വീഡിയോ കിട്ടുക പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. പക്ഷെ കിട്ടി, അവസാനം നമുക്ക് കിട്ടി. ആ ഒരു 10ൻ്റെ അടുത്ത് ഫാലസി ഒരു വീഡിയോയിൽ വരുന്ന ഒരു വീഡിയോ നമുക്ക് കിട്ടി. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് നമുക്ക് കേൾക്കാം. വീഡിയോ പ്ലേ. If your sense of justice and sense of morality comes from a place where you think, oh my God, if I do this, will I go to hell? Oh my God, if I do this, will I go to heaven? Then, my friend, your sense of justice and morality is completely fucked up. ഈ ഒരു ആർഗ്യുമെൻറ്റിനെ പറയുന്ന പേരാണ് അപ്പീൽ ടു റിഡിക്യൂൾ ഫാലസി. അതായത് നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോകും, മോശം ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ പോകും, ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കണം എന്നാണ് വിശ്വാസികൾ പറയണത്. അപ്പോൾ അതിന് കൗണ്ടർ ആർഗ്യുമെൻ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഓക്കെ, ഇതിനുള്ള ലോജിക്കലായിട്ടുള്ള ഇൻകൊഹിറൻസ്, അല്ലെങ്കിൽ ഇതിലുള്ള എന്തെങ്കിലും ലോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഇൻറ്റ്യൂവേറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന പ്രശ്നങ്ങളോ നമുക്ക് എന്തും ചൂണ്ടിക്കാണിക്കാം. ലോജിക്കലി നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള എന്തും നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവൻ പറയുന്ന ഡയലോഗ്, ഓ മൈ ഗോഡ്, ഇഫ് ഐ ഡു ദിസ് ഐ വിൽ ഗോ ടു ഹെൽ, ഇഫ് ഐ ഡു ദിസ്. അങ്ങനെ ആ ഒരു ആർഗ്യുമെൻറ്റിനെ മോക്കിയാണ്. ആ മോക്ക് ചെയ്തുകൊണ്ട് എന്താവണില്ല, അതിന് റെസ്പോൺസ് ആവണില്ല. ഇതിനാണ് നമുക്ക് അപ്പീൽ ടു റിഡിക്യൂൾ ഫാലസി, അല്ലെങ്കിൽ അഡ് റിഡിക്യൂലം ഫാലസി എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫാലസി. രണ്ടാമത്തെ ഫാലസി എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി അടിപൊളി ഫാലസി, കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ഇവൻ എന്താ പറയുന്നത് ഇവന് പോലും മനസ്സിലാവണില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഫാലസി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബെഗിങ് ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സർക്കുലർ റീസണിങ് എന്ന് പറയും. ആദ്യം പറഞ്ഞൊന്ന് കേൾക്കാം. You do good because suffering exists. Suffering, yes. And you don't want to add up to the suffering more. ഇപ്പൊ ഇതിൽ പറയുന്ന ഒരു കണ്ടന്റ് പറഞ്ഞ് ഈ സഫറിംഗ് എന്ന് പറയുന്ന സംഭവം മോശമാണ്. അതായത് എന്താ പറയുക, ഇതിൽ പറയുന്നത് യു ഡു ഗുഡ്, എന്താ പറയുക, സഫറിങ് ബിക്കോസ് സഫറിങ് എക്സിസ്റ്റ്, അങ്ങനത്തെ ഒരു സംഭവം പറയുന്നത്. ഇവൻ പറയണതാണ് യു ഡു ഗുഡ് ബിക്കോസ് സഫറിങ് എക്സിസ്റ്റ്. ഇവൻ എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സഫറിങ് ഒരു മോശം കാര്യമായിട്ട് അവൻ പറയണത്, പക്ഷേ അതിൽ തെളിവ് അവൻ പറഞ്ഞിട്ടില്ല. തെളിവ് എന്തുകൊണ്ടാണ് സഫറിങ് മോശം എന്നുള്ള കാര്യം പറയണം. അത് പറയാത്തടത്തോളം കാലം അതൊരു കൺക്ലൂഷനാണ്. അപ്പോൾ ഞാൻ പറയണം, ഓക്കെ, സഫറിങ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സഫറിങ് ഉള്ളതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യണം എന്ന് പറയണം. ഓക്കെ, സഫറിങ് ഉള്ളതുകൊണ്ട് നന്മ ചെയ്യണം, സഫറിങ് എങ്ങനെ മോശമാണ് നമ്മൾ പറയുക, അതിനൊരു തെളിവ് വേണം. അതൊരു കൺക്ലൂഷനാണ്. ആ കൺക്ലൂഷൻ ഇതിൽ നമ്മൾ പ്രിമൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ബെഗിങ് ദ ക്വസ്റ്റ്യൻ, ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ ബെഗ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സഫറിങ് മോശമാണെന്ന് നിങ്ങൾ പറയുന്നു, എന്തുകൊണ്ട്, അതിനുള്ള റീസൺ ഇവിടെ പറഞ്ഞിട്ടില്ല. അടുത്തൊരു ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ ടു അതോറിറ്റി ഫാലസി. അതായത് ഇവൻ ഇതിൽ പറയുന്നുണ്ട്, ആൽബർട്ട് കാമു എന്ന് പറഞ്ഞൊരു ഫിലോസഫർ ഉണ്ട്, ആൽബർട്ട് കാമു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവം, അദ്ദേഹം ഒരു അൾജീരിയക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അൾജീരിയക്കാരനാണ്, അൾജീരിയ യുദ്ധത്തിൻ്റെ പല കഥകളും അയാളുടെ ഇതിലുണ്ട്. അയാളുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ തന്നെ ഇറക്കാം. അയാളുടെ പൊട്ടത്തരങ്ങളും സംഭവങ്ങളും അയാൾ പറഞ്ഞിട്ടുള്ള ഭയങ്കര വിഡ്ഢിത്തരങ്ങളും, അത് അയാളുടെ സമകാലികരായിട്ടുള്ള കണ്ടംപററി ആയിട്ടുള്ള ആൾക്കാർ തന്നെ അദ്ദേഹത്തിൻ്റെ റിഫ്യൂട്ടേഷൻസ് കംപ്ലീറ്റ് കൊടുത്തിക്കണ്. അന്നത്തെ കാലത്ത് തന്നെ അയാൾ കംപ്ലീറ്റ് അയാളെ സംഭവങ്ങൾ മൊത്തം പൊട്ടയെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അപ്പം തന്നെ റിജക്ട് ചെയ്തിട്ട ഒരാളാണ് ആൽബർട്ട് കാമു എന്ന് പറഞ്ഞ ആൾ. അയാളെ ഇപ്പോൾ കൊടുത്തിട്ട് ആൽബർട്ട് കാമു ഭയങ്കര ഫിലോസഫറാണ്, AC റൂമിൽ ഇരുന്നിട്ട് ഭയങ്കര ഫിലോസഫറാണ്. അയാൾ പറഞ്ഞ ഏതെങ്കിലും ഒരു മണ്ടത്തരം ഉണ്ടാവും, അത് ഇതിനോട് എന്തെങ്കിലും ബന്ധമുണ്ട്, അപ്പൊ അത് എടുത്തു കൊണ്ടുവരും. വലിയ പ്രൊഫസർ, ഫേമസ് പ്രൊഫസർ, ഈ ഡൺജിസ്, അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവരുന്നത് ഇവൻ പറയുന്നുണ്ട്. അതായത് ഞാൻ ഇത് കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നില്ല, അങ്ങനെ ഒരു രീതിയിൽ അവൻ പറയണത്. ഐ അഗ്രി ടു ഹിം ടു എ സർട്ടൺ പോയിന്റ് എന്നാണ് പറയണത്.
അതായത് ഒരു certain പോയിന്റ് വരെ ആൽബർട്ട് കാമ്യൂ എന്ന് പറഞ്ഞൊരു ഫിലോസഫറിനെ വാദങ്ങളോട് അംഗീകരിക്കുന്നു. ഓക്കെ, അതായത് ഇയാളൊരു അതോറിറ്റി ആയിട്ട് ഇപ്പം പ്രസൻറ്റ് ചെയ്യുകയാണ്. ഈ ആൽബർട്ട് കാമ്യൂ എന്ന് പറഞ്ഞ ഒരാളെ ഒരു അതോറിറ്റി ആയിട്ട് ഇപ്പം പ്രസൻറ്റ് ചെയ്യുകയാണ്. അതായത് അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഓക്കെ ആൽബർട്ട് കാമ്യൂ എന്നുള്ള പേര് പോലും പറയാണ്ട്, ഓക്കെ സഫറിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നന്മ ചെയ്യണം. അതായത് ഇതൊരു സർക്കുലർ റീസണിങ് ഫാലസിയാണ്. പക്ഷെ എന്നാലും ഈ ഒരു ആർഗ്യുമെൻ്റ് അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്താൽ മതി. ആൽബർട്ട് കാമ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാനല്ല ഞാൻ പറഞ്ഞല്ലോ ആൽബർട്ട് കാമ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ആൽബർട്ട് കാമ്യൂ ആരാ, വലിയ ഇതിലെ ആളാവും, ഫേമസ് പ്രൊഫസർ, ഫേമസ് ഫിലോസഫറാണ്, വലിയ ആളാണ്. അപ്പോൾ അയാൾ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇപ്പോൾ വല്ല നമ്മളെ പ്രവാചകന്മാരോ അല്ലെങ്കിൽ വല്ല അങ്ങനെ പറഞ്ഞാൽ അത് കുറച്ച്. പക്ഷേ ആൽബർട്ട് കാമ്യൂ പറഞ്ഞിട്ടുണ്ട്, ആൽബർട്ട് കാമ്യൂ വലിയ ആളാണ്, ആൽബർട്ട് കാമ്യൂ പറഞ്ഞ സത്യവും ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതിനാണ് അപ്പീൽ ടു അതോറിറ്റി ഫാലസി എന്ന് പറയുന്നത്. ഇതും ഒരു ലോജിക്കൽ ഫാലസിയാണ്. That's where your morality at least should begin with. That's where it should come from. What anything other than else is fucked up, dude. It's really fucked up. ഇപ്പം പറയണത് ദാറ്റ്സ് വേർ യുവർ മൊറാലിറ്റി ഷുഡ് കം ഫ്രം, എനിത്തിങ് എൽസ് ഈസ് ഫക്ഡ് അപ്പ്. അതായത് ഇവിടുന്നാണ് ശരിക്കും, അതായത് സഫറിങ് എന്നുള്ള ഈ ഒരു ഐഡിയ എന്നാണ് ശരിക്കും നിങ്ങളെ മൊറാലിറ്റി വരേണ്ടത്. ബാക്കി നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ മൊറാലിറ്റി ഡിറൈവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ശരിയല്ല. ആ രീതിയിലാണ് പറയുന്നത് എനിത്തിങ് എൽസ് ഈസ് ഫക്ഡ് അപ്പ്. എൻ്റെ വേർഡ്സ് അതേപോലെ തന്നെ ലിറ്ററലി എടുക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ പറയണത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനാണ്, അതായത് നമ്മൾ 2 ഓപ്ഷൻസ് നമുക്ക് തരുന്നുള്ളൂ. ഇപ്പോൾ LGBT പറയണ പോലെ നിങ്ങൾ ഒന്നെങ്കിൽ LGBT സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, ഇതിൽ 2 ഓപ്ഷൻസ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ മിഡിൽ ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. അതായത് LGBT മൊത്തം നമ്മൾ ഇതാക്കണില്ല. LGBTQIA+ൽ I നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, A നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ബാക്കിയുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ വൈകൃതങ്ങൾ നമ്മൾ അംഗീകരിക്കാത്തുള്ളൂ. അപ്പം നമ്മളോട് അത് മൊത്തത്തിൽ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാൾസ് ഡൈക്കോട്ടമി ഫാലസി എന്ന് പറയും. അതായത് മൊത്തം ഇതാക്കിയിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു മൊറാലിറ്റി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങൾ ഫക്ടപ്പാണ് അങ്ങനെയാണെന്ന് പറയുന്നത്. അതായത് ആ ഒരു ഇത് ഞാൻ കാര്യം പറയട്ടെ, ഈ കംപ്ലീറ്റ് വീഡിയോയിൽ അതായത് ഇൻ്റലക്ച്വലി നമുക്ക് ഓക്കെ ഇത് ഇങ്ങനെയാണ്, ഓക്കെ അതങ്ങനെയാണ്, അങ്ങനെ ആലോചിക്കാൻ പോകുന്ന സാധനമില്ല. മൊത്തത്തിൽ ലോജിക്കൽ ഫാലസി, ഓരോ വേർഡ് ലൈൻ എടുത്ത് നോക്കുമ്പോൾ ലോജിക്കൽ ഫാലസിയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ആലോചിക്കാനുള്ള ഇതില്ല എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇവൻ ഒന്നിനും, അതായത് ഇന്ന കാരണമാണ് ഇത്, അങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രൂഫ് അങ്ങനത്തെ ഒരു സംഭവം ഇവൻ കൊണ്ടുവരുന്നില്ല. ജസ്റ്റ് അവ ഒരു കാര്യം പറയുന്നു, ഇത് ഇങ്ങനെയാണ്, മറ്റേ ഫിലോസഫർ പറയുന്നു, ആൽബർട്ട് കാമ്യൂ പറഞ്ഞിട്ടുണ്ട്, അവൻ പറയുന്നു അതുകൊണ്ട് ഇങ്ങനെയാണ്, ആ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അടുത്തൊരു ഫാലസിയാണ് സ്ട്രോമാൻ ഫാലസി. ഓക്കെ, ഇവൻ പറയണത് ഓ മൈ ഗോഡ് എന്നാണ്, അങ്ങനെയാണ്. അതായത് ദൈവവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഓ മൈ ഗോഡ് ഹെൽ ഉണ്ട് അല്ലെങ്കിൽ ഓ മൈ ഗോഡ് ഹെവൻ ഉണ്ട്, ആ രീതിയിൽ ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് ഈ ഒരു ദൈവവിശ്വാസികളുടെ കാര്യം. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ സർവ്വജ്ഞാനിയാണ്, അതായത് ഒംനിസൈൻ്റ് ആണ്, അതേപോലെ തന്നെ എല്ലാ പവറും ഉൾക്കൊള്ളുന്ന ഒരു പേഴ്സണാണ്. അതായത് എന്താണ്, ഒമ്നി പൊട്ടൻ്റാണ്, സൈൻഡ് ആയിട്ടുള്ള ഒരു ദൈവത്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് എല്ലാ നോളജ്, ലോകത്തുള്ള എല്ലാ നോളജും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു ദൈവം എന്നുള്ള പേഴ്സൺ ഉണ്ട്, അതേപോലെ തന്നെ എല്ലാ പവറും ഉണ്ട്. അങ്ങനെ ഒരു ദൈവത്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിൽ നിന്ന് വരുന്ന മൊറാലിറ്റി, അതായത് അപ്പോൾ ദൈവമാണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ദൈവമാണ് ഓക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. കാരണം നമ്മൾ കണ്ടിജൻസി ആർഗ്യുമെൻറ്റ് പറയണ പോലെ ദൈവമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡം ദൈവം തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഓക്കെ ഇത് ശരിയാണ് ഇത് തെറ്റാണെന്ന് നമ്മൾ വേർതിരിച്ച് കാണുന്നു. നമുക്ക് അത്ര സിമ്പിളാണ് കാര്യങ്ങൾ. കാരണം എന്താണ്, ഇത് ശരിയാവാനുള്ള കാരണം എന്താണ്, കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞത് നമ്മൾ കണ്ണുമുട്ടി അംഗീകരിക്കണം. കാരണം എന്താ, ദൈവത്തിന് എല്ലാ ജ്ഞാനവും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെസ്സ് കളിക്കാൻ വിചാരിച്ചു, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെസ്സ് കളിക്കുന്നതാണ്, 2 പ്ലേയേഴ്സ് തമ്മിൽ ചെസ്സ് കളിക്കുന്നതാണ്. അപ്പോൾ അപ്പുറത്തൊരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ട്. ഗ്രാൻഡ് മാസ്റ്റർ മനസ്സിലായില്ലേ, ചെസ്സിൽ ഏറ്റവും ഇതുള്ള ഗ്രാൻഡ് മാസ്റ്റർ, ഇതിനെപ്പറ്റി എല്ലാ അറിവുള്ള ഒരാൾ ഗ്രാൻഡ് മാസ്റ്റർ കളിച്ചുകൊണ്ടിരിക്കുക ചെസ്സിൽ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ഒരു എന്താണ് പറയുക, ഒരു മൂവ് നടത്തുകയാണ്, അപ്പോൾ നമുക്ക് വലിയ കളിയുടെ വലിയതൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ഇയാൾ എന്ത് പൊട്ടത്തിൽ കാണിക്കുന്നത് നമുക്ക് ചോദിക്കാം. പക്ഷേ ഗ്രാൻഡ് മാസ്റ്റർ ചിലപ്പോൾ കുറേ മൂവ് ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടാവും. കാരണം അയാൾക്ക് അത്രയും നോളേജ് ഉണ്ട്. ഇത് ദൈവത്തിന് വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്ന സാധനമല്ല. പക്ഷെ എന്നാലും ആ ഒരു ജസ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം, അത്രയും ദൈവത്തിന് എന്തൊരു നോളേജ് ഉണ്ട്. ഇതിൽ എന്താ പറയുക, ഏത്തിസ്റ്റുകളുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്, അതായത് ഇവർക്ക് ഈ ശരിയും തെറ്റും എങ്ങനെ തിരിച്ചറിയും, ആര് പറഞ്ഞിട്ട് അറിയും? ഏതെങ്കിലും ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട് ശരിയും തെറ്റും? ഇല്ല. അതായത് ഇവർക്ക് ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു ധാർമ്മിക മൂല്യമില്ല. വസ്തുനിഷ്ഠമായിട്ട് ഓക്കെ ഇതാണ് ധാർമ്മികത, ഇന്നത് ശരിയാണ് ഇന്നത് തെറ്റാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ സഫറിങ്ങുകളൊക്കെ തെറ്റാണെന്ന് പറയുകയാണ്. ഓക്കെ സഫറിങ് ആ ഒരു സിമ്പിൾ ആ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. സഫറിങ് തെറ്റാണെന്നുള്ള സംഭവം എടുക്കുകയാണ്. ഇൻസെസ്റ്റ് തെറ്റാവോ? അതെ. എന്ത് സഫറിംഗ് ഉള്ളത്? ഈ സഫറിങ് തെറ്റാണെന്നൊരു ഇത് ഇവരെ എവിടെ നിന്ന് കിട്ടി? ഫിലോസഫർ പറഞ്ഞതാ ആണല്ലോ. അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? അയാൾ തലേന്ന് ആലോചിച്ചിട്ടുണ്ടാക്കിയ സാധനം അതാ പറഞ്ഞത്. ഇതൊക്കെ ചെന്നെത്തണ പറഞ്ഞ ഇതുപോലെ ഒരാൾക്കാരെ മണ്ടയിലാണ്.
പക്ഷെ അതിനൊക്കെ അവിടുന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാവണമെന്നില്ല, അതൊരു ഫാലസിയാണ്. അയാൾ പറഞ്ഞതുകൊണ്ട് തെറ്റാവണമെന്നില്ല. പക്ഷെ അത് നമുക്ക് ലോജിക്കലി എടുക്കാം. ഓക്കെ, സഫറിങ് ഉള്ളതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയണം. ഓക്കെ, നമുക്ക് അത് തന്നെ എടുക്കാം. ഈ ഒരു ഇവൻ്റെ അതേ ആർഗ്യുമെൻറ്റ് ബാക്കിയല്ല, നമ്മൾ ശരിക്കും ഇങ്ങനെ ഡീൽ ചെയ്യേണ്ട ആർഗ്യുമെൻറ്റിന് വെച്ചിട്ട് ഇവൻ്റെ ആർഗ്യുമെൻറ്റ് സഫറിങ്, ഈ ആർഗ്യുമെൻറ്റ് ലോജിക്കലി കൊഹറൻ്റ് ആണോ അല്ലെങ്കിൽ ഇത് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കണം എല്ലാ സിറ്റുവേഷനിലും. കാരണം ഭയങ്കര ഓവർ സിംപ്ലിഫൈ ചെയ്യണത്, ബാക്കിലൊക്കെ ഭയങ്കര ഫക്ഡപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഓവർ സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ സംഭവം സഫറിങ് ഇത് നമുക്ക് എല്ലാ സിറ്റുവേഷനിലും എടുക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാതെ പല ആൾക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇൻസെസ്റ്റ് എന്താണ്. അതായത് സ്വന്തം അമ്മയും മകനും അല്ലെങ്കിൽ അച്ഛനും മകൾ എങ്ങനെ വേണം, അതായത് രക്തബന്ധത്തിലെ ആൾക്കാർ തമ്മിൽ എന്താണ് പറയുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഇൻസെസ്റ്റ് എന്ന് പറയുക. അത് നമുക്ക് കേൾക്കുമ്പോൾ അറപ്പ് തോന്നുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിൽ അത് ഒരൊറ്റ ടീം മാത്രമാണ് വേദി കെട്ടി പ്രസംഗിച്ചിട്ടുള്ളൂ. അത് ലിറ്റ്മസിൻ്റെ ആൾക്കാരാണ്, എത്തീസ്റ്റുകളായിട്ടുള്ള ആൾക്കാരാണ്. ലിറ്റ്മസിൻ്റെ 2019 കോഴിക്കോട് നിന്നിട്ടാണ് അവർ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചത് ഇൻസെസ്റ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം പറയാൻ ആർക്കേ ഇതുള്ളൂ, ധാർമ്മികമായിട്ടുള്ള അടിത്തറ ഇല്ലാത്തവർക്ക് പറ്റുള്ളൂ. അതെ, എയ്ത്തിസ്റ്റുകൾക്കേ പറ്റുള്ളൂ. ഈ ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്, പലവർക്കും ഇത് എന്താന്ന് പോലും അറിയില്ല. അങ്ങനത്തെ കുറേ പേരുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസെസ്റ്റ് എന്താ വെച്ചാൽ അവർക്ക് അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ പച്ചയ്ക്കാവാൻ പറയൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യും, അതുപോലെ നിങ്ങൾ എന്താ പറയാ ഇപ്പൊ രക്തബന്ധമുള്ളവരായിട്ട് ഇങ്ങനെ അങ്ങനെ ആരെങ്കിലും പറയോ? പറഞ്ഞാൽ അടിച്ച് പൊളിക്കില്ല. അതന്നെ, ഇവൻ കുറച്ചൊന്ന് പോളിഷ് ചെയ്തിട്ട് ഇൻസെസ്റ്റ് എന്നുള്ള വാക്കാക്കിയിട്ട് പറയണം. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത്, അതായത് സഫറിങ് ഈ ഒരു സംഭവം നമുക്ക് കൺസിസ്റ്റൻ്റ് നോക്കാം. സഫറിങ് ഇൻസെസ്റ്റിൽ അപ്ലിക്കബിൾ ആവും. അതായത് ഇൻസെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയാം ഓക്കെ ഇൻസെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് കോണ്ടം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പല പ്രിക്കോഷൻസും ഉണ്ട്, പല എന്താണ് കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കാനുള്ള പല നമ്മുടെ സയൻസൊക്കെ എവിടെ എത്തിയെന്നറിയോ, പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു കുട്ടികൾ ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആരും അറിയാത്ത രീതിയിൽ ഒരു അച്ഛനും മകളും അല്ലെങ്കിൽ അമ്മയും മോനും നമുക്ക് ആലോചിക്കുന്ന അറപ്പ് വരും. അങ്ങനെ രീതിയിൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. പറയാൻ പറ്റും. നമുക്ക് ധാർമ്മികമായിട്ടുള്ള അടിത്തറ ഉണ്ട്, നമുക്ക് ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഉണ്ട്. പക്ഷെ അവനില്ല. അവൻ ഉണ്ടാക്കാൻ നോക്കണം എന്താണ്, സഫറിങ് വെച്ചിട്ടാണ്. ഇപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ നോക്കണം. ആ സഫറിങ് വെച്ചിട്ട് നോക്കുമ്പോൾ എന്താണ്, ഇൻസെസ്റ്റ് തെറ്റല്ല. നെക്രോഫീലിയ ഒരു ശവത്തിനോട് ഒരാൾ ചെയ്യണം, ആരും പറയാണ്ട് ശവം മരിച്ചുപോയി, ശവത്തിന് ഫീലിങ്സ് ഒന്നും നൈസായിട്ട് ശവത്തിന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊറാലിറ്റി വെച്ചപ്പോൾ നമുക്ക് തെറ്റാണ്. പക്ഷെ അവൻ്റെ വെച്ചുമ്പോൾ തെറ്റല്ല, ഈ സഫറിങ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ പല സിറ്റുവേഷനും ഇപ്പോൾ മറ്റേ നമ്മളെ ബെസ്റ്റിയാലിറ്റി, ഒരു കോഴി നമ്മൾ അടിച്ചു കൊന്നിട്ട് നമ്മൾ അതിനായിട്ട് സെക്ഷൽ റിലേഷൻ അല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തെറ്റാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അക്കോർഡിംഗ് ടു their morality നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മൊറാലിറ്റി വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. വേറെ പ്രശ്നം സഫറിംഗ് എന്ന് പറയുമ്പോൾ ഒക്കെ സെന്റിയൻ ബീങ്സ് മാത്രമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ മനുഷ്യന്മാർക്ക് മാത്രമാണോ സഫറിങ്? മൃഗങ്ങൾക്കും ഇല്ലേ സഫറിങ്? അങ്ങനെ അവരെ കൊന്ന് തിന്നാൻ പാടില്ല. ഇവനല്ലേ ഇപ്പോഴത്തെ ചിക്കൻ കറി മോശം എന്ന് സംസാരിച്ചിരുന്ന്, ചിക്കനെ സഫർ ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ? ഇപ്പോഴത്തെ ഇവൻ വീഡിയോ ഇട്ടതാ, എന്ത് ചിക്കൻ കറി മോശമാണ്, ഇതാണ് ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് കോഴിയുടെ ഒരു ജീവനല്ലേ, ഒരു ജീവനല്ലേ, അതിനെ സഫർ ചെയ്യിപ്പിച്ച് അടിച്ചു കൊന്നിട്ടാണ് അവൻ പ്ലേറ്റിലിട്ടിട്ട് ഇത് പോരാ ഇതിന്റെ മസാല പോരാന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് അവനക്ക് സഫറിങ് മോശം എന്ന് അവനക്ക് മനുഷ്യന്മാരായാലും. പക്ഷെ ഇവന്റെ ലോകവീക്ഷണത്തിൽ മനുഷ്യന്മാരും ഈ ഒരു മൃഗങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല, എല്ലാം ഒരേപോലെ, എല്ലാതും ആറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എല്ലാത്തിനും ബേസിക് പാർട്ടികൾ ഒന്നാണ്. ഒരു ഫെമിനിസ്റ്റ് പറയുന്ന പോലെ വി ഡോണ്ട് വാണ്ട് sperms of men, even a dog sperms can make child, read biology എന്ന് പറയുന്ന പോലെ ആ രീതിയിൽ. അതന്നെ ഇവൻ മിക്ക എത്തിസ്റ്റുകൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു AC റൂമിൽ, ഇവൻ ഇപ്പോൾ AC റൂമിൽ ഇരിക്കണമെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല, അവരൊരു AC റൂമിൽ അല്ലെ അവരുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ബാക്കിപ്പോൾ ഞാൻ കാര്യം പറയട്ടെ, ഒരു ഫിലസ്തീനിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇതുപോലെ പ്രശ്നങ്ങൾ നടക്കുന്ന ജനസൈഡുകൾ നടക്കുന്ന പല സ്ഥലത്തും അവിടെ ആൾക്കാർക്ക് അങ്ങനെ ഇത്രയും ബോംബൊക്കെ വീണിടക്ക് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. സഫറിങ് എന്ന് പറഞ്ഞാൽ മോശമാണ്, സഫറിങ് എന്ന് പറഞ്ഞാൽ സഫർ ചെയ്യരുത്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒരാൾക്ക്. കാരണം അവിടെ അവർക്ക് പിടിച്ച് നിൽക്കാൻ ഹോപ്പിന് വേണ്ടി എന്തെങ്കിലും സാധനം വേണം പിടിച്ച് നിൽക്കാൻ. ഇതേപോലെ നമ്മൾ കംഫർട്ട് സോണിൽ നമുക്ക് ചപ്പാത്തിയിലും കിട്ടുന്നുണ്ട്, ചപ്പാത്തി പോലും കിട്ടാത്ത അവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് പലതും പറ്റില്ല. നമുക്ക് ചപ്പാത്തി കിട്ടി കറി കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് പലതും പറയാം. അതുപോലെ സ്ട്രോമാൻ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ വാക്കിലുണ്ട് സ്ട്രോമാൻ, അതായത് സ്ട്രോ കൊണ്ട് ഒരു ആളുണ്ടാക്കണ പോലെ. ഈ സ്ട്രോമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, നമ്മളൊരു ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആ ആർഗ്യുമെൻറ്റിനെ വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുക. അതാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുക. നമുക്കില്ലാത്തൊരു ആർഗ്യുമെൻറ്റിനെ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുക. അതാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞ് ദൈവവിശ്വാസികൾ തെറ്റും നന്മയും തിരുമയും ചെയ്യണത് അയ്യോ ദൈവം ശിക്ഷിക്കും, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുമെന്നല്ല, ഇത് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നുള്ള പേടി കൊണ്ടാണ് അല്ലെങ്കിൽ അതിനോട് ആഗ്രഹം കൊണ്ടാണെന്നുള്ളതാണ് ഇവൻ പറയണത്. പക്ഷെ അങ്ങനത്തെ ഒരു ആർഗ്യുമെൻ്റ് അല്ലേ ശരിക്കും ദൈവവിശ്വാസികൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് അവിടെ ദൈവമുണ്ട്, അവിടെ ദൈവത്തിൻ്റെ ഇൻഫിനിറ്റ് വിസ്റ്റം ഉണ്ട്, അതേപോലെ നോളജ് ഉണ്ട്, പല ഫാക്ടേഴ്സും അവിടെ ഉണ്ട്.
ഇതൊക്കെ കൂടി സമ്മപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന് മൊത്തം ഒരു പിക്ചർ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ഫ്രെയിം എടുത്തിട്ട് പറയണം കണ്ട ഒരു കുറച്ച് ദൈവവിശ്വാസികൾ ഇങ്ങനെ നന്മയും തിന്മയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. അത് ഭയങ്കര ഓവർ സിംപ്ലിഫിക്കേഷനാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അത് ഒരിക്കലും ഒരു തീസ്റ്റിൻ്റെ പൊസിഷനല്ല. തീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികളുടെ പൊസിഷനല്ല അത്. അപ്പോൾ ആ ഒരു നമ്മളെ പൊസിഷൻ അല്ലാത്തൊരു സംഭവം വെച്ചിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് സ്ട്രോമാൻ ഫാലസി. നമുക്ക് അടുത്തൊരു ഫാലസി കിട്ടി. പക്ഷെ അവന്റെ മൊറാലിറ്റിയിൽ വെച്ചിട്ട് ഏതൊക്കെ ശരികൾ അത് അവൻ പറയട്ടെ. മറ്റേ എക്സാമ്പിൾ പറയുമ്പോൾ അതെ, അവൻ എക്സാമ്പിൾ പറയാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം എക്സാമ്പിൾ പറയണ എന്നാ പറയണില്ല, എക്സാമ്പിൾ പറയണില്ല പറഞ്ഞു. ഇപ്പൊ നമ്മുടെ മൊറാലിറ്റിയിൽ തെറ്റെന്ന് പറയാൻ ഇതേപോലെ ഇൻസിസ്റ്റ്, അതേപോലെ കുറെ കാര്യങ്ങൾ തെറ്റുണ്ട്. പിന്നെ മൊറാലിറ്റിയിൽ അതൊക്കെ ശരിയാണോ? അതിപ്പോ ഒരു എയ്ത്തിസ്റ്റിനോട് ആരോടെങ്കിലും നമ്മൾ ഇൻസിസ്റ്റിനെ പറ്റി വെച്ചെന്താ എടാ അതിപ്പോ അങ്ങനെ അവർക്കൊരു ഉത്തരവും ഇല്ല. ബട്ട് സ്റ്റിൽ അവര് ഇതേപോലത്തെ എന്താ പറയാ വിശ്വാസികളുടെ മൊറാലിറ്റി തെറ്റാണ്, അതാണ് ഇതാണ് അങ്ങനത്തെ ഒരു മണ്ടത്തരങ്ങൾ പറയുന്ന ആ ഒരു അവസ്ഥ. പ്രൂഫില്ലാണ്ട് ഈ സഫറിംഗ് എന്നുള്ള സംഭവം എടുത്തു കഴിഞ്ഞാൽ സഫറിംഗ് ഒക്കെ ഏകദേശം കോമൺ ആണ്. ഹാമ് സഫറിങ് ഇതൊക്കെയാണ് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലും മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസെസ്റ്റ് എന്നുള്ള സംഭവം, നെക്രോഫീലിയ, ബെസ്റ്റിയാലിറ്റി, അല്ലെങ്കിൽ എന്താണ് പറയുക, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര നമുക്ക് തോന്നും, മനസ്സിൽ ആലോചിക്കുന്ന വൈകൃതങ്ങളായി തോന്നുന്ന പല കാര്യങ്ങളും, അതുപോലത്തെ പല വൈകൃതങ്ങളും അവർക്ക് ശരിയാണ് അല്ലെങ്കിൽ ശരിയാണെന്നില്ല തെറ്റാണെന്ന് പറയാനൊരു ഗ്രൗണ്ടില്ല, മോറൽ ഗ്രൗണ്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ശരിയാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ചോദിക്കും. ഞാൻ പറഞ്ഞതുപോലെ 2019 ലിറ്റ്മസിൻ്റെ പരിപാടിയിൽ എത്തീസ്റ്റുകളാണ്, ഇവനെ പോലുള്ള എത്തീസ്റ്റുകളാണ് എന്ത് ചെയ്തത്, സ്റ്റേജ് കെട്ടി വെറുതെ പുറത്തുനിന്ന് ഒരു കവല പ്രസംഗമല്ല, സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്വന്തം അച്ഛന് സ്വന്തം മകനെ ഭോഗിക്കാൻ ഒരു പ്രശ്നവുമില്ല, ധാർമ്മികമായ ഒരു പ്രശ്നവുമില്ല എന്ന് വാദിച്ചത് എത്തീസ്റ്റുകളാണ്. പക്ഷെ ഇവനവിടെ പറയാനുള്ള ഒരു ഇത് പറഞ്ഞാൽ പക്ക ഒന്ന് മോഡിഫൈ ചെയ്ത് ആ രീതിയിലേക്ക് പറയാം. പച്ചയ്ക്ക് പറഞ്ഞ എന്താ ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാം. അതെ, അപ്പോൾ അതാണ് പറഞ്ഞത്. അതായത് ഇതുപോലെ ഒരാളിപ്പോൾ ഈ ഒരു സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച് ഇയാൾ ഇൻസിസ്റ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞ ഈ ആളോട് ഇവനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഫറിങ് ബാഡാണ്, അതുകൊണ്ട് നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അയാളോട് പറയാൻ പാടില്ല. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കും, ഓക്കെ ഇൻസിസ്റ്റ് ചെയ്യാൻ പാടില്ല, സഫറിങ് ബാഡാണ്, പക്ഷെ ഇവിടെ സഫറിങ് ഒന്നും ഇല്ലെന്ന് തിരിച്ചു ചോദിക്കും. സഫറിങ് എന്താ ഉള്ളത്, ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഓക്കെയാണ്, ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഓക്കെ, കുട്ടികളുണ്ടാവണില്ല, പ്രശ്നമില്ല. അപ്പോൾ അതായത് ഇവർക്കൊരു സ്വന്തം ഒരു മൊറാലിറ്റി ഇല്ല, നമ്മുടെ മൊറാലിറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഇപ്പം പറഞ്ഞാൽ മൊത്തം ലോജിക്കൽ ഫാലസീസ് ആണ്. ഇനി എന്തെങ്കിലും എനിക്ക് ഭയങ്കര ഇതായിട്ട് എന്താ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇൻ്റലക്ച്വലി എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞൊക്കെ ഫാലസീസാണ്, ഫാലസി അല്ലാണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളായിട്ട് നേരിട്ട് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ റിപ്ലൈ കൊണ്ടാം. ശരിക്കും എന്താണ് നിങ്ങളെ ആർഗ്യുമെൻ്റ് എന്നുള്ളത്, പ്രത്യേകിച്ച് മൊറാലിറ്റി, ഗോഡ് ഇതൊക്കെ നമുക്ക് രണ്ടാമത് ഡിസ്കസ് ചെയ്യാം. മൊറാലിറ്റി ആദ്യം വിഷയം എടുക്കും. കാരണം ഈ പറഞ്ഞ വീഡിയോ, നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ എന്തായിരുന്നു അവൻ്റെ മൊറാലിറ്റിയിലെ വേർഡ് ഇസ് മൊറാലിറ്റി കം ഫ്രം, അതായത് അവൻ്റെ മൊറാലിറ്റി എന്താണെന്ന് അവൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. എവിടുന്ന ശരിക്കും മൊറാലിറ്റി വരുന്നതിന് മുമ്പ് മൊറാലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടെ, എന്നിട്ടല്ലേ ബാക്കി.